സ്നേഹമുള്ള ഒരു വിവാഹ ജീവിതം, ഒരു വിവാഹ ബന്ധത്തിലൂടെ ആ കുടുംബത്തിന്റെ മനസ്സുകളെ യോജിപ്പിച്ചു. അല്ലാഹു തആല മൻ തറക ലില്ലാഹി ശൈഅൻ, അല്ലാഹുവിന് വേണ്ടി വല്ലതും നിങ്ങൾ മാറ്റിവെച്ചാൽ അവ്വദഹുല്ലാഹു ഖൈറൻ മിൻ, അതിനേക്കാളും ഖൈറായത് അല്ലാഹു നിങ്ങൾക്ക് പകരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. അല്ലാഹുവിന് വേണ്ടി തിന്മകളെ മാറ്റിവെക്കുകയും ഹലാലായത് തന്നെ ഹറാമിലേക്ക് ചേർത്തുമോ ഹറാമിലേക്ക് എത്തിക്കുമോ എന്ന ഭയത്താൽ ഹലാല പോലും ഉപേക്ഷിക്കുന്നവർ, മദ്യപിക്കാത്തവർ, ചിലപ്പോൾ ബിയർ കുടിക്കുന്നവരുണ്ടാവും. ബിയറിൽ ആൽക്കഹോൾ ഇല്ലല്ലോ എന്ന് പറയുന്നവർ കാണും. അതിലും 0.0% അതിലും ആൽക്കഹോൾ ഉണ്ടല്ലോ. മാ യുസ്കിറു കതീറുഹു ഫഖലീലുഹു ഹറാം. അതുകൊണ്ട് ഹറാമിലേക്ക് എത്താതിരിക്കാൻ അതിന്റെ സർവ്വ വഴികളും അടച്ചു വെക്കുന്ന ആളുകൾ, തിന്മകളുടെ വഴികൾ അടക്കുന്നവർ. ലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് എത്തരുത് എന്ന് പറഞ്ഞത് അത് എന്താണെന്ന് അറിയിക്കുന്നത്, അതിന്റെ ചിത്രങ്ങളാകുന്നത്, അതിന്റെ ആശയങ്ങൾ അറിയുന്നത്, അതുമായി ബന്ധപ്പെട്ട കഥകൾ വായിക്കുന്നത്, എല്ലാം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആരെങ്കിലും മാറ്റിവെച്ചാൽ ദീനിലേക്ക് കടന്നതിന്റെ ഒരു മാധുര്യം, ഇസ്ലാമിലേക്ക് കടന്നതിന്റെ മാധുര്യം, മുസ്ലിമായതിന്റെ ഒരു രസം അല്ലാഹു അവർക്ക് നൽകുമെന്നാണ് ഈ പരിശുദ്ധമായ ഹദീസിന്റെ സാരം. അല്ലാഹുവേ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മധുരം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ ആ 3 വിഭാഗം സ്വഭാവമുള്ളവരിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. അല്ലാഹുവേ നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്നും ഇസ്ലാം ഞങ്ങളുടെ ദീനാണെന്നും നീ അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ നബിയാണെന്നും ഞങ്ങൾ തൃപ്തിപ്പെടുന്നു റബ്ബേ. അങ്ങനെ തൃപ്തിപ്പെടുന്നവർക്കും ഈമാനിന്റെ മധുരമുണ്ട്. അല്ലാഹുവേ ആ മാധുര്യം അറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും തരേണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മഹാനായ ഇമാമുന ബുഖാരി റഹിമഹുല്ലാഹ് തന്നെ അവരുടെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറയുന്നു, നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയ ഒരാൾ, അന്ന റജുലൻ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞു പോയ ഒരാൾ നാട്ടുകാരനായ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് 1000 ദീനാർ കടം തരുമോ? 1000 ദീനാർ കടം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കടം തരാം, പക്ഷേ സാക്ഷികൾ വേണ്ടേ, രേഖ വേണ്ടേ, ജാമ്യക്കാരൻ വേണ്ടേ. നമുക്കറിയാം പരിശുദ്ധമായ ഖുർആനിലെ അത്വലു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും നീളമുള്ള ആയത്ത് ചർച്ച ചെയ്ത വിഷയം നിങ്ങൾ കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ രേഖയുണ്ടാക്കണമെന്നാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈനിന്റെ പരാമർശം പോലും അതാണ്. കടം വാങ്ങിയാൽ തിരിച്ചു ചോദിക്കുമ്പോൾ പിണങ്ങുന്നവരുണ്ട്. കടം കൊടുത്ത ആള് കൊല്ലങ്ങളോളം നാണം കൊണ്ട് ചോദിക്കാതെ നടന്നിട്ടും ഒന്ന് കണ്ടറിഞ്ഞ് തിരിച്ചു വന്ന് കൊടുക്കാൻ മടിയുള്ളവരുണ്ട്. കടം കൊടുത്ത ആൾ തന്റെ ഹക്കൊന്ന് തിരിച്ചു തരയണമേ എന്ന് ചോദിക്കുമ്പോഴേക്കും പിണക്കമാവുന്നവരുണ്ട്, പിണങ്ങുന്നവരുണ്ട്. ഇവിടെയാണ് വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ രേഖകൾ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. കടം ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, സാക്ഷികളായി ഇവിടെ സാക്ഷികളെ വിസ്തരിക്കണം. ആരാണ് നമ്മുടെ കടബാധ്യതകൾക്ക് ഇതിന് ന്യായമായ സാക്ഷി പറയാൻ പറ്റുന്നവർ ആരാണ്? സാക്ഷികളെ കൊണ്ടുവരണം. കടം വാങ്ങിക്കാൻ ചെന്നാൾ പറഞ്ഞു, സാക്ഷികളില്ല. കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അല്ലാഹുവേ ഉള്ളൂ, അല്ലാഹുവാണ് സാക്ഷി, മറ്റാരുമില്ല. അയാൾ ചോദിച്ചു, എന്നാൽ ജാമ്യം നിൽക്കാൻ ആള് വേണം, കഫീൽ വേണം. ആരാണ് കഫീൽ?
കടം വാങ്ങാൻ പോയാൾ പറഞ്ഞു വകഫാ ബില്ലാഹി ഷഹീദാ, ഇതിന് ജാമ്യക്കാരനായി അല്ലാഹുവാണുള്ളത്, ആരുമില്ല, സാക്ഷിയും അല്ലാഹു, ജാമ്യം നിൽക്കുന്നതും അല്ലാഹു. അങ്ങനെയോ, എനിക്ക് തൃപ്തിയായി, അല്ലാഹുവിന്റെ നാമം വെച്ച് ആരും നുണ പറയില്ലല്ലോ എന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു. 1000 ദീനാർ സ്വർണ്ണ നാണയങ്ങളാണ്. 1000 സ്വർണ്ണ നാണയം കടം കൊടുക്കുന്നു ഇയാൾക്ക്. കടം വാങ്ങിച്ചു പോയി. കടം വീട്ടേണ്ട സമയമെത്തിയാൽ കടം വീട്ടൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞല്ലോ, ആ കടക്കാരനായി മരിച്ചുപോയ ജനാസയുടെ ആൾ, ആ മയ്യത്ത് കടബാധ്യതയുള്ള ആളാണ്, ഞാൻ അവർക്ക് മയ്യത്ത് നിസ്കരിക്കുകയില്ല, ആ കടം വീടുന്നവരെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഹലാലും ഹറാമുമായി, പലിശയുടെ ഇടപാടുകളായി, ഹലാലിൻ്റെതും ഹറാമിൻ്റെതുമായി പല നിലക്കും കടം വാങ്ങിച്ചു കൂട്ടുന്നവർ, ലോൺ എടുക്കുന്നവർ, അത് വീട്ടാൻ കഴിയുമോ എന്ന് ചിന്തിക്കാതെ, ഹറാമിൻ്റേത് തൊടാൻ പോലും പാടില്ലാത്തത് എന്നിട്ട് പോലും ഹറാമുകളിലേക്ക് ഇടപെടുന്നവരെ, നമ്മുടെ ബാധ്യതയായി നിൽക്കുന്ന കടബാധ്യതകൾ മരണത്തിന് മുമ്പ് വീട്ടണം എന്ന ഒരു ചിന്തയില്ലാത്തവർ. നബി തങ്ങൾ പറയുമായിരുന്നു, മത്വലുൽ ഗനിയ്യി ദുൽമുൻ, മത്വലുൽ ഗനിയ്യി ദുൽമുൻ. സാധ്യമായ ഒരാൾ, കടം വീട്ടാൻ കഴിയുന്ന ഒരാൾ കടം വീട്ടാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് അക്രമമാണ്, ളാലിമാണ് അയാൾ, അക്രമിയാണ് അയാൾ എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. സത്യവിശ്വാസികളെ, കടബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയമെത്തുമ്പോഴേക്കും അത് വീട്ടൽ നിർബന്ധമാണല്ലോ. ഈ സത്യസന്ധനായ മനുഷ്യൻ കടം വാങ്ങി തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് കടലിൽ ഒരു യാത്ര പോകുന്നത്, ഒരു ദ്വീപിലേക്ക്. അവിടെ എത്തി, അല്ലാഹുവേ, എന്റെ കൂട്ടുകാരനോട് വാങ്ങിച്ച 1000 ദിർഹം തിരിച്ചു കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു കപ്പൽ പോലും കാണുന്നില്ല, ഒരു ബോട്ട് പോലും ഞാൻ കാണുന്നില്ല അക്കരെ എത്താൻ. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ, ഞാൻ ഈ 1000 ദീനാർ കടം വാങ്ങിക്കുമ്പോ സാക്ഷി വേണമെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ, നീയാണ് സാക്ഷി എന്നാണ് ഞാൻ പറഞ്ഞത്. ജാമ്യക്കാരൻ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവാണ് ഇതിന്റെ ജാമ്യക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ മനുഷ്യനത് തൃപ്തിപ്പെടുകയും എന്നോട് പൊരുത്തപ്പെടുകയും ആ മനുഷ്യൻ എനിക്ക് കടമായി പൈസ തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, കടലിന്റെ ഇക്കരെ നിൽക്കുന്ന ഞാൻ, ഈ കടലിലൂടെ കടക്കുന്ന അക്കരെ പറ്റാൻ ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ നേരാ സമയത്ത് തന്നെ ഞാനത് കടം വീട്ടുമായിരുന്നു. പക്ഷേ അത് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഇന്നി അസ്തൗദിഉകഹാ, ഈ 1000 ദീനാർ നിന്നെ ഏൽപ്പിക്കുകയാണ് തമ്പുരാനെ. നല്ല കട്ടിയുള്ള ഘനമുള്ള ഒരു മരത്തടി കൊണ്ടുവന്നു, ഒരു മരക്കഷ്ണം കൊണ്ടുവന്നു, അതിന്റെ ഉള്ളു തുരന്നെടുത്തു, ദ്വാരമുണ്ടാക്കി 1000 ദീനാർ, 1000 സ്വർണ്ണ നാണയങ്ങൾ ആ മരത്തിന്റെ ഉള്ളിൽ വെക്കുകയും ആ മരത്തിന്റെ അഗ്രഭാഗം അടച്ചു വെക്കുകയും വെള്ളം കയറാതിരിക്കാൻ അടച്ചു പിടിക്കുകയും ചെയ്ത് അല്ലാഹുവിന്റെ നാമം പറഞ്ഞ് ഫറമാഹാ ഫിൽ ബഹർ, കടലിലേക്ക് എറിഞ്ഞു കൊടുത്തു. കടലിലേക്ക് എറിയുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വഹീഹായ ഹദീസാണ്. കടലിലേക്ക് ഇട്ടു. ആ മരം ഓളങ്ങളിലൂടെ അതിന്റെ താളത്തിനൊത്ത് ഒഴുകി 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 ദിവസങ്ങളെടുത്ത് അക്കരെ എത്തുകയാണ്. അല്ലാഹുവേ, നിന്നെ ഏൽപ്പിച്ചു റബ്ബേ, നിന്നെ ഏൽപ്പിച്ചു റബ്ബേ, അല്ലാഹുവേ, നിന്നെ ഏൽപ്പിച്ചു. കഫാ ബില്ലാഹി ഷഹീദാ വകഫാ ബില്ലാഹി വകീലാ. തന്റെ കൂട്ടുകാരൻ വരുന്നതും കാത്ത്, ഒരു കപ്പലും വരുന്നതും കാത്ത്, ഒരു ബോട്ട് വരുന്നതും കാത്ത് കടൽക്കരയിൽ കാത്തു നിൽപ്പുണ്ട് കടം കൊടുത്ത ആൾ. അപ്പോഴാ ഒരു മരക്കഷ്ണം വന്നടിയുന്നത്. സന്തോഷത്തോടെ ഓടിച്ചെന്നു. ആ മരക്കഷ്ണം വീട്ടിൽ കൊണ്ടുപോയി വിറകായി ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോയി വിറകായി അടുപ്പിൽ വെക്കാൻ വേണ്ടി കീറി മുറിക്കുമ്പോഴാണ് 1000 ദീനാർ അതിന്റെ അകത്ത് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ അല്ലാഹ്, 1000 ദീനാർ ഇതിന്റെ അകത്ത്, ഇതെനിക്ക് അനുവദിക്കപ്പെടുമോ? ആരുടേതാണിത്? അറിയില്ലല്ലോ റബ്ബേ, ഇതെനിക്ക് ഉപയോഗിക്കാൻ പാടുള്ളതാണോ? ആഴ്ചകൾ കഴിഞ്ഞ് കടം വാങ്ങിയ കൂട്ടുകാരൻ
1000 ദീനാറുമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഥ വിവരിക്കുന്നു. കൂട്ടുകാരന്റെ അരികത്തേക്ക് ഓടി വരുന്നു. ഇതാ നേരം വൈകിപ്പോയി, ക്ഷമിക്കണേ, പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ല, എന്നോട് പൊറുക്കണേ. അതൊരു മര്യാദയാണ്. ഒന്നിടക്ക് കയറി സൂചിപ്പിക്കട്ടെ, കടം വാങ്ങി മുങ്ങിക്കളയുന്ന മനുഷ്യന്മാരുണ്ട്. കടം വാങ്ങിയിട്ട് പിന്നെ മൊബൈൽ ഫോൺ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നവരുണ്ട്. കടം വാങ്ങിയിട്ട് കോൾ ചെയ്താൽ നിരന്തരമായി വിളിച്ചാൽ ഇത് എടുക്കാത്തവരുണ്ട്. ഒന്ന് മാന്യമായി റെസ്പോൺസ് ചെയ്യണം. അവരോട് പ്രയാസമാണെങ്കിൽ പ്രയാസമാണ്, ഒരൽപ്പം കൂടെ സാവകാശം തരുമോ എന്ന് സത്യവിശ്വാസികൾ സത്യസന്ധമായി പെരുമാറേണ്ടവരാണ്. അങ്ങനെ നമ്മൾ പരസ്പരം സഹായമുണ്ടായിരുന്ന കാലത്ത് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാതെ വന്നപ്പോ മുതലാളിമാർക്ക് കടം തരാൻ മടിയാവുകയായി. അതുകൊണ്ടാ ബാങ്കുകളിലേക്ക്, ബാങ്ക് പലിശകളിലേക്ക് നമുക്ക് പോവേണ്ടി വന്നത്. ഹലാലിന്റെ വഴികൾ യഥാവിധത്തിൽ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാവാതെ വന്നപ്പോ ഹലാലിന്റെ വഴികൾ അടഞ്ഞുപോയി. ഹലാലിന്റെ വഴികൾ നിങ്ങൾ കടക്കപ്പെടുകയാണുണ്ടായത്. അത് അല്ലാഹു നൽകുന്ന ശിക്ഷയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹലാലുകളെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം വരുന്നത് ഹറാമിന്റെ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് കടം വാങ്ങിയവർ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ കടം തന്ന ആളുകളോട് കാര്യകാരണങ്ങൾ ബോധിപ്പിക്കണം. ആഴ്ചകൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇതാ എനിക്ക് നിങ്ങളുടെ കടം വീടാൻ സാധിച്ചില്ല, ഞാനിപ്പോഴാ കൊണ്ടുവരുന്നത് 1000 ദീനാർ നിങ്ങൾ എടുത്തേക്കണം, ഇതാ എന്റെ 1000 ദീനാർ നിങ്ങളുടെ കടമായി ഞാൻ വാങ്ങിച്ചത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ 1000 ദീനാർ ഒരു മരത്തിന്റെ ഉള്ളിൽ വെച്ച് ഒരു കടലാസ കഷ്ണത്തിൽ ഇതെന്റെ കടമാണ്, അല്ലാഹുവേ നീ ഇതിന്റെ അർഹനായ ആൾക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് ഞാനൊരു രേഖയും വെച്ച് ഒരു കടലാസം വെച്ചിട്ട് ഇത് അയച്ചിരുന്നു. കടലിലൂടെ ഒഴുക്കി വിട്ടിരുന്നു. അതെനിക്ക് കിട്ടി. ഞാനത് കൈപ്പറ്റി, അത് എന്റെ കയ്യിലാണ് വന്നുപെട്ടത്. ഞാനത് എടുത്തു കൊണ്ടുപോയി വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോഴാ 1000 ദീനാർ കാണുന്നത്. അല്ലാഹുവിന്റെ സഹായമാണ്. അല്ലാഹു നിങ്ങളുടെ കടം ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ സത്യസന്ധത കണ്ടപ്പോ ഒരു വാഹനം കയറി കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ഒരു വാഹനം ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് പകരമായി ആ മരകഷ്ണം എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് ഓളങ്ങളിലൂടെ തള്ളിവിട്ട് ഇക്കര വരെ ആ ഉടമസ്ഥന്റെ വീടിന്റെ അരികത്തേക്ക് വരെ കൊണ്ടുവന്നത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഖൈറാണെന്ന് ആ മനുഷ്യൻ തന്റെ കൂട്ടുകാരനോട് പറയുകയും ഇനി 1000ന്റെ ആവശ്യമില്ല, എനിക്കത് കിട്ടിക്കഴിഞ്ഞു. മൻ തറക ശൈഅൻ ലില്ലാഹ് അവദഹു അല്ലാഹു ഖൈറൻ മിൻ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി വല്ലതും ചെയ്യുമ്പോൾ അല്ലാഹു അതിന് പകരമായി നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് ചെയ്യുന്നു. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഏറ്റവും ഖൈറായത് ഭക്ഷണം, റിസ്ക്. മനുഷ്യൻ ഏറ്റവും പേടിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്, ജോലിയെക്കുറിച്ചാണ്, കച്ചവടത്തെക്കുറിച്ചാണ്. ഗൾഫുകാർക്ക് അവരുടെ വിസയും ജോലിയുമാണ് വിഷയം. നാട്ടിലുള്ളവർക്ക് കച്ചവടവും പണികളും ജോലികളുമാണ് വിഷയം. റിസ്ക് അല്ലാഹുവിന്റെ കയ്യിലാണ്. ലൗ കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ. അല്ലാഹുവിനോട് നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട വിധത്തിൽ, തവക്കുലാക്കേണ്ട വിധത്തിൽ നിങ്ങളെങ്ങാനും തവക്കുലാക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും, പക്ഷികൾക്ക് കൊടുക്കുന്ന പോലെ. രാവിലെ വയറൊട്ടി പോകുന്ന പക്ഷികൾ വൈകുന്നേരം വയറ് നിറച്ച് തിരിച്ചു വരുന്ന പോലെ അല്ലാഹു നിങ്ങൾക്കും ഭക്ഷണം തരും. നിങ്ങളെങ്ങാനും അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനെ തവക്കുലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടോ? നമ്മൾ അല്ലാഹുവിലേക്ക് തവക്കുലാക്കാറുണ്ടോ? ലൗ കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹബീബിൽ ഉദ്ധരിക്കുന്ന സംഭവം മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിച്ച സംഭവമാണിത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി ഞങ്ങൾ തന്നെ പറയട്ടെ, ഒരു സ്ത്രീയും ഒരു പുരുഷനും, ഒരു ഭാര്യയും ഒരു ഭർത്താവും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച 2 പേർ. പക്ഷേ ദാരിദ്ര്യത്തിലായിരുന്നു, വളരെ കഷ്ടതയിൽ. സാമ്പത്തികമായ വരുമാനങ്ങളൊന്നുമില്ല.
തന്റെ ഭർത്താവ് ദൂരെ ഒരു ജോലിക്ക് പോയി തിരിച്ചു വന്നു. കഠിനമായ വിശപ്പുണ്ട് അദ്ദേഹത്തിന്, കഠിനമായ വിശപ്പുണ്ട് അദ്ദേഹത്തിന്. ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ, കഴിക്കാൻ വല്ലതുമുണ്ടോ വീട്ടിൽ? അവര് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സയഅതി റിസ്ഖുല്ലാഹ്, അല്ലാഹുവിന്റെ റിസ്ക് അല്ലാഹു തരും, അല്ലാഹുവിന്റെ റിസ്ക് അല്ലാഹു തരും. കാത്തിരുന്നു, ഭക്ഷണം വരുന്നില്ല. ആ സ്ത്രീക്കറിയാം അവിടെ കിച്ചണിൽ ഒന്നുമില്ല എന്ന്, അടുക്കളയിൽ ഒന്നുമില്ലെന്ന് അവർക്കറിയാം. കുറെ നേരം കാത്തിരുന്നു. അയാൾ ചോദിച്ചു, എവിടെ ഭക്ഷണം? നേരം കാത്തിരിക്കും, ഒന്ന് ക്ഷമിക്കും, ഭക്ഷണം വരും, ഇപ്പോൾ റെഡിയാകും. കാത്തിരുന്ന് പിന്നെയും അല്ലാഹുവിന്റെ ഭക്ഷണം ഇവിടെ വരും, നിങ്ങളൊന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. മൂന്നാമതും പറഞ്ഞു. ആ സ്ത്രീക്കൊന്ന് തോന്നി, എന്റെ ഭർത്താവിനെ ബോധിപ്പിക്കാനൊന്ന് അടുക്കള വരെ പോയി വരാം. അവിടെ അടുപ്പിന്റെ മീതെ തീയിൽ തിളച്ചുമറിയുന്ന വെള്ളമുണ്ട്, മറ്റൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതം നടക്കുകയാണ്. മരുഭൂമിയിൽ ഹാജർ ബീവിക്ക് വേണ്ടി സംസം അല്ലാഹു ഉറവ് പൊട്ടിച്ചു കൊടുത്ത തമ്പുരാൻ. മരങ്ങളോ സസ്യലതാദികളോ ഇല്ലാതിരുന്നിടത്ത് അല്ലാഹുവേ, ലോകത്തെ പഴവർഗ്ഗങ്ങൾ അവിടെ കൊടുക്കണേ എന്ന ആ ഒരു പ്രാർത്ഥനയ്ക്ക് പകരം റഹ്മത്തുകൾ ഹറമിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളല്ലേ. അതുപോലെ ആ സ്ത്രീ തന്റെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവർക്ക് കാണാൻ കഴിയുന്നത് മഹാത്ഭുതമാണ്. അടുപ്പിനുള്ളിൽ മാംസമുണ്ട്, പാത്രത്തിനുള്ളിൽ മാംസമുണ്ട്. ആരാണിത് കൊണ്ടുവന്നത്? ആരാണ് കൊണ്ടുവന്നതെന്നറിയില്ല. എവിടുന്നാ വന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പെണ്ണവിടേക്ക് ചെന്ന് നോക്കുമ്പോ പാത്രത്തിൽ മാംസമുണ്ട്, അതിൽ ഭക്ഷണമുണ്ട്. അത്ഭുതത്തോടുകൂടെ പറഞ്ഞു, അല്ലാഹുവിന്റെ ഭക്ഷണം നമുക്ക് വന്നിരിക്കുന്നു. നോക്കുമ്പോൾ ഗ്രൈൻഡർ ഉണ്ട്, പഴയ കാലത്തെ ഗ്രൈൻഡർ. ഇതിന് പറയുന്നത് റഹ എന്നാണ്. ആസുകല്ല് എന്ന ഉസ്താദുമാർ അർത്ഥം പറഞ്ഞു തരും. ആ കല്ലിൽ മാവ് അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആടിന്റെ മാംസവും അവിടെയുണ്ട്. എവിടെന്നാ വന്നത്? അല്ലാഹു അലം. എവിടെന്നാണ് ഇത് എത്തിയത്? അല്ലാഹു അലം. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അല്ലാഹു ഭക്ഷണം തരുമെന്ന് ഖൽബിൽ ഉറപ്പിക്കുകയും ചെയ്ത രണ്ട് ദമ്പതിമാർക്ക് ഒന്നുമില്ലാതിരുന്ന കരങ്ങളിൽ, ആ പാത്രങ്ങളിൽ ഭക്ഷണം നൽകിയവനാണ് അല്ലാഹു. മുത്തനബി പറഞ്ഞു, ആ ആസുകല്ലിൽ മാവ് അരഞ്ഞുകൊണ്ടിരിക്കെ ആ മാവ് അവരെ വടിച്ചെടുക്കുകയും അത് തുടച്ചു നീക്കുകയും കഴുകി വൃത്തിയാക്കുകയും ചെയ്ത് റൊട്ടിയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ സഹോദരി എങ്ങാനും അത് തുടച്ചെടുക്കാതെ അങ്ങനെ തന്നെ ആവശ്യമായത് കോരിയെടുത്ത് അതങ്ങനെ തിരിയാൻ വിട്ടിരുന്നുവെങ്കിൽ, അതങ്ങനെ തന്നെ വിടാൻ, അങ്ങനെ തന്നെ അത് കറങ്ങാൻ വിട്ടിരുന്നുവെങ്കിൽ, ലൗ അഖദത് മാ ഫീ റഹീബിഹാ വലം തൻഫുദ്ഹാ ലതുഹനത് ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് തിന്നാനുള്ള ഭക്ഷണം അതിലുണ്ടാകുമായിരുന്നു. സംസമിനെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹാജർ റളിയല്ലാഹു അൻഹ സംസം ഉണ്ടായപ്പോ ആ വെള്ളം പാത്രത്തിലേക്ക് എടുത്ത് സംസം മദി മദി എന്ന് ആ ഹിബ്രു ഭാഷയിൽ ഹാജർ റളിയല്ലാഹു തആല അൻഹ സംസമിനോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത് മക്കയിൽ ഒരു തടാകമായി മാറിയേനെ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തറക ശൈഅൻ ലില്ലാഹ് അവദഹു അല്ലാഹു ഖൈറൻ മിൻ. അല്ലാമ ശിബിലി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി സാഹിദീങ്ങളിൽ പ്രമുഖനാണല്ലോ മഹാനവറുകൾ. അവരുടെ ഭാര്യ ഒരിച്ചിരി നാവ് നീട്ടമുള്ള പെണ്ണായിരുന്നു. ചില ഭർത്താക്കന്മാരെ നിയന്ത്രിക്കുന്ന ഭാര്യമാരുണ്ട്. അപ്പൊ ഭർത്താക്കന്മാര് പെണ്ണാവും ചെയ്യും, ഭാര്യ ആണാവും ചെയ്യും. അങ്ങനെയാ സംഭവിക്കുക. ശിബിലി ഇമാമിന്റെ ഭാര്യ വല്ലാണ്ട് ദേഷ്യപ്പെടുന്ന പെണ്ണാണ്. അത് മാത്രമല്ല, ഇച്ചിരി കാശ് കയ്യിലുണ്ട്. ഭർത്താവ് ഫഖീറ, അതുകൊണ്ട് അവിടെ റൂൾ ചെയ്യുന്നത് ഭാര്യയാണ്. ഒരു ദിവസം കുറച്ച് നാണയം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ശിബിലി, നിങ്ങൾ പോയിട്ട് ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് കുറച്ച് മാംസം കൊണ്ടുവരണം. ശരി. അങ്ങാടിയിലേക്ക് വരുന്നു. ഇന്നത്തെ പോലെ പാക്ക് ചെയ്യുന്നില്ലല്ലോ.
മാംസം കൊണ്ടുവരുന്നു. ഒരു ഇലയിൽ വെച്ചിട്ട് മാംസം ഇങ്ങനെ കൊണ്ടുവരുമ്പോ പെട്ടെന്ന് ഒരു പ്രാപ്പിടിയൻ പക്ഷി വന്ന്, ഒരു കഴുകൻ വന്നിട്ട് ആ ഇറച്ചി കഷ്ണം കൊത്തിപ്പറിച്ചു കൊണ്ടുപോയി. അല്ലാമാ ശിബ്ലി തങ്ങൾ ഈ അനുഭവം പറയുന്നുണ്ട്. എങ്ങനെയാ റബ്ബേ നീ വീട്ടിലേക്ക് ചെല്ല? ആകെ തന്ന നാണയത്തുണ്ട് കൊണ്ട് വാങ്ങിച്ചത് പക്ഷി കൊണ്ടുപോയി. ഇത് ഭാര്യയോട് പറഞ്ഞാൽ അവിടെ യുദ്ധം ഉറപ്പാണ്. അല്ലാമാ ശിബ്ലി തങ്ങൾ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് പോവട്ടെ. ളുഹർ നിസ്കാരവും കഴിഞ്ഞു. അസ്ർ വരെ അവിടെ ഇരുന്നു. അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ തോന്നി അവളുടെ ദേഷ്യമൊക്കെ അടങ്ങിക്കാണുമെന്ന് മെല്ലെ വീട്ടിലേക്ക് ചെന്ന് നോക്കാം. വീട്ടിൽ കയറി ചെന്നു. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് കയറി ചെന്നു. ഒന്നും മിണ്ടിയില്ല ശിബ്ലി തങ്ങൾ. ഭക്ഷണം എവിടെയെന്നോ മാംസം എവിടെയെന്നോ ചോദിക്കുന്നതിന് മുമ്പേ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. പെണ്ണ് ചോദിച്ചു, ഭക്ഷണം വേണ്ടേ? ഭക്ഷണം ഇവിടെ ഉണ്ടോ? ഭക്ഷണമുണ്ട്. എന്താ ഉള്ളത്? മാംസമുണ്ട്. എവിടെ നിന്ന് കിട്ടി? നമ്മുടെ മുറ്റത്ത് വന്ന് 2 പക്ഷികൾ ഒരു മാംസ കഷ്ണമെടുത്ത് അടിപിടി കൂടുന്നത് ഞാൻ കാണുകയും അവരെ എറിഞ്ഞോടിച്ചപ്പോ ആ മാംസ കഷ്ണം നമ്മുടെ മുറ്റത്ത് വീഴുകയും ചെയ്തു. നോക്കുമ്പോൾ അങ്ങാടിയിൽ വിൽക്കപ്പെടുന്ന ശുദ്ധമായ ഒരു മാംസ കഷ്ണം ഞാൻ അതെടുത്ത് ഭക്ഷണമായി വെച്ചിരിക്കുന്നു. അതാണ് നാം കറി വെച്ചതെന്ന് ശിബ്ലി റഹ്മഹുല്ലാഹ് സുജൂദിൽ വീണുകൊണ്ട് പറഞ്ഞു, യാ അല്ലാഹ് ഹമൽതൽ ലഹ്മ അന്നി യാ റബ്ബ്. അല്ലാഹുവേ, ശിബ്ലി കയ്യിൽ പിടിച്ചു കൊണ്ടുവരേണ്ടതിന് പകരം ആ പക്ഷിയുടെ കൈകളാൽ നീ ഇത് ചുമന്നു കൊണ്ടുവരികയും എന്റെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തുവല്ലോ തമ്പുരാനെ. മഹാനവറുകൾ പറഞ്ഞു, പെണ്ണിനോട്, പെണ്ണെ, ഞാൻ വാങ്ങിച്ചു വന്ന മാംസകഷ്ണമായിരുന്നു അത് ഞാൻ വാങ്ങിച്ചതായിരുന്നു. മൻ തറക ശൈഅൻ ലില്ലാഹ് അവളഹു അല്ലാഹു ഖൈറൻ മിൻഹു. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് പകരമായി ഖൈർ അല്ലാഹു ചെയ്തു കൊടുക്കുന്നവനാണ്. അവരുടെ കാര്യങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. എത്രയോ പാവപ്പെട്ട ആളുകൾ, ഒരുപാട് മക്കളുള്ളവർ, വിവാഹം ചെയ്തയക്കാൻ പ്രയാസമുണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നവർ, അവരുടെ മക്കളെ വിവാഹം ചെയ്തയച്ചു കഴിഞ്ഞാലും അവർക്ക് പൈസ ബാക്കിയാണ്. വീട്ടിൽ പ്രയാസങ്ങളില്ല. എന്നാൽ 4-5 ആൺകുട്ടികളാണ്. റാഹത്തായിരിക്കും ജീവിതം, സുഭദ്രമായിരിക്കുമെന്ന് വിചാരിച്ചവർ ഒരു കുഞ്ഞിനെ കൊണ്ടും ഒരു ഉപകാരവും കിട്ടാതെ പോകുന്നവർ, ഒരുപാട് പെൺമക്കളുള്ളവർ, എന്നാൽ എത്രയോ നല്ല മരുമക്കളെ കിട്ടി ആ കുടുംബം സന്തോഷത്തോടെ കഴിയുന്നവർ. നമ്മൾ വിചാരിക്കും, എവിടെ നിന്ന് റബ്ബേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കല്യാണം കഴിച്ചയക്കാം? എല്ലാം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അവരറിയാത്ത രീതിയിൽ അല്ലാഹു തആല അവർക്ക് പകരം നൽകും, റിസ്ക് കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ പഠിപ്പിക്കുന്ന നമുക്ക് ഈമാനിന്റെ ഒരു മധുരം നമുക്ക് അങ്ങനെ ലഭിക്കാനുണ്ട്. മദീനയുടെ അകലങ്ങളിൽ അല്ലാമാ ബർഖി തങ്ങൾ ഉദ്ധരിക്കുന്ന സംഭവം, ഒരു പെണ്ണ് അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കെ ആകാശത്ത് നിന്ന് മഴ പെയ്തപ്പോ ഐസിന്റെ കഷ്ണങ്ങളാണ് വീണത്. ഐസ് കഷ്ണങ്ങൾ, ആലിപ്പഴം എന്ന് പറയുന്നത് ഐസ് ക്യൂബുകളായിട്ട് വയലിലേക്ക് വീഴുകയും ആ വയല് നിറയെ നശിച്ചു പോവുകയും ചെയ്തപ്പോ ആളുകൾ വന്ന് പറഞ്ഞു, ഫഅസ്സൂഹ. അവരൊക്കെ വന്ന് പറഞ്ഞു, സാരമില്ല സഹോദരി, സാരമില്ല, സാരമില്ല. എല്ലാവരും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു. ആ മഹദി അല്ലാഹുവിലേക്ക് കയ്യെത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ അൻതൽ മഅ്മൂലു ലിഅഹ്സനിൽ ഖുലുഖ്. അല്ലാഹുവേ, സൽ സ്വഭാവം നൽകുന്നവനെ അല്ലാഹുവേ, അല്ലാഹുവേ, അൻതൽ മഅ്മൂലു ലിഅഹ്സനിൽ ഖുലുഖ് വബിയദിക തഅബീൻ അമ്മാ തലഫ്. നഷ്ടപ്പെട്ടതിന് പകരം നൽകുന്നവനെ അല്ലാഹുവേ, ഫഫഅൽ ബിനാ മാ അൻത ലഹു അഹൽ. അല്ലാഹുവേ, നിനക്ക് എന്താണോ യുക്തമെന്ന് തോന്നുന്നത് എല്ലാം ചെയ്തോളൂ റബ്ബേ. ഇത് എന്റെ 1 വർഷത്തെ സമ്പാദ്യമാണ്. ഞാൻ വയലിൽ പണിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമാണിത്. നിന്റെ ഒരു മഴയാൽ നീ അത് നശിപ്പിച്ചു കൊണ്ടുപോകുന്നത് റബ്ബേ, നിനക്കത് യുക്തമാണെന്ന് തോന്നുമെങ്കിൽ നീ ചെയ്തോളൂ. പക്ഷേ നീ തന്നെ പകരം തരണം, നീ എനിക്ക് പകരം തരണം. നിന്നോടല്ലാതെ ആരോടാ ചോദിക്കാൻ
പറയാനുള്ളത്. ഞങ്ങളുടെ ഭക്ഷണം നീയാണല്ലോ ഏറ്റെടുത്തവൻ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിന്നോടല്ലാതെ ആരോടാ റബ്ബേ പറയുന്നത്? ആ സ്ത്രീ പറഞ്ഞ വാക്കാണിത്. ഉമ്മമാരെ, ആറ്റുനോറ്റ് ഒരുപാട് വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്ന അനുഭവം ഓർത്തു നോക്കുക. ആ കുഞ്ഞിന് 2-3 വയസ്സാകുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകുന്ന ഓർത്തു നോക്കൂ. എത്രയോ ആഗ്രഹിച്ച് ഒരുപാട് ദുആ ചെയ്ത് ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞ് മരിച്ചു പോകുന്നു. നമ്മൾ എന്താ പറയാ? എന്താ നമ്മൾ പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ ഒരാൾ വരാറുണ്ട്. ഒരു സ്വഹാബി, അയാളുടെ തോളിലൂടെ കളിക്കുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട്. ഒരു ചെറിയ കുട്ടി തോളിലൂടെ കളിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് ഒന്നും പറയില്ല. ഒരു ദിവസം കാണാനില്ല. ചോദിച്ചു സ്വഹാബികളോട്, എവിടെയാണ് നിങ്ങളുടെ കൂട്ടുകാരനെ? കാണുന്നില്ലല്ലോ. ആ ചെറിയ കുഞ്ഞുമായി വന്നിരുന്ന ആൾ എവിടെ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ കൂട്ടുകാരന് ഒരേ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു മകൻ. ആ കുഞ്ഞ് മിനിഞ്ഞാന്ന് മരിച്ചു നബിയേ, മരിച്ചുപോയി. ആ മനുഷ്യൻ സങ്കടത്തിലാണ്, വീടിനകത്തിരിപ്പാണ് നബിയെ, സങ്കടപ്പെട്ട് കരയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? അവിടെ ചെല്ലുന്നു നബി തങ്ങൾ. ആ മനുഷ്യനോട് ചെന്ന്, സ്വഹാബിയോട് ചെന്ന് ചോദിക്കുന്നു, അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകൻ നിങ്ങളോളം പ്രായമെത്തി, നിങ്ങളുടെ അത്ര തന്നെ പ്രായമെത്തി സ്വാഭാവികമായൊരു മരണം മരിച്ചു പോവരാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, നേരത്തെ മരിച്ചു പോവുകയും നാളെ സ്വർഗത്തിന്റെ വാതിലുകളിൽ വന്ന് യാ അബതാ, എന്റെ ഉപ്പ, എന്റെ ഉപ്പ എന്ന് വിളിച്ച് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണോ? എന്താണ് സഹോദര നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത്? അയാൾ പറഞ്ഞു, നബിയേ, നബിയേ, എന്റെ ആഗ്രഹം സ്വർഗത്തിൽ എന്റെ മോൻ വന്ന് വിളിക്കണമെന്നാണ്. നിങ്ങൾ ക്ഷമിച്ചോളൂ, ആ ക്ഷമക്ക് പകരം അല്ലാഹു നിങ്ങളുടെ കുഞ്ഞിനെ സ്വർഗത്തിൽ തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തറക ലില്ലാഹി ഷൈഅൻ അവളഹു അല്ലാഹു ഖൈറൻ മിൻ. അല്ലാഹുവിന് വേണ്ടി വല്ലതും ചെയ്താൽ അതിന് പകരം അല്ലാഹു ഖൈറായത് നൽകും. അതാ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് വന്ന ചരിത്രമുണ്ടല്ലോ. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അതാ എന്നവരെ, അതാ എന്നവരെ, ഹൽ തുഹിബ്ബു അൻ തൻദുറ ഇലാ ഇംറഅത്തിൻ മിനൽ ജന്നത്തിൽ ജന്നഹ്. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കാണണമെന്ന് നിങ്ങൾക്കുണ്ടോ? അവർ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണോ? അതെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഞങ്ങൾക്കറിയും. ഹാദിഹിൽ മർഅതു സൗദാ, ആ കറുത്ത നിറമുള്ള പെണ്ണ്. എന്താ ഇബ്നു അബ്ബാസ് എന്നവരെ കഥ? അവര് പറഞ്ഞു, അത്തത്തിൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു. നബിയോട് പറഞ്ഞു, നബിയെ, ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് അപസ്മാര രോഗം വരുന്നുണ്ട്, അപസ്മാര രോഗമുണ്ടാവാറുണ്ട്. ആളുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കെ ഞാൻ ബോധം കെട്ട് വീഴാറുണ്ട് നബിയെ. എന്റെ ഔറത്ത് വെളിവാകും, കാണാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ വെളിവായി പോകുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ നബിയെ? നബിയെ, അങ്ങൊന്ന് ദുആ ചെയ്യണം, എന്റെ അപസ്മാര രോഗം ഒന്ന് ശരിയാവണം, എന്റെ ഔറത്ത് മാറിപ്പോകുന്ന, നീങ്ങിപ്പോകുന്ന അപകടം ഉണ്ടാകുന്നുണ്ട്. തങ്ങളൊരു വാക്ക് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലാഹു നിങ്ങൾക്ക് ശിഫയാക്കി തരും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ബിരി, നിങ്ങൾക്ക് ക്ഷമിക്കുകയും വലക്കിൽ ജന്ന, അതിന് പകരം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരികയും ചെയ്യും. എന്ത് വേണം? യുക്തിയുള്ള ബുദ്ധിയുള്ള ആ ഉമ്മ പറഞ്ഞു, നബിയേ, ബൽ അസ്ബിറു, ഞാൻ ക്ഷമിക്കാം നബിയെ, അപസ്മാര രോഗം ഞാൻ ക്ഷമിക്കാം നബിയെ. പക്ഷേ എവിടെ ചെന്ന് ഞാൻ വീണാലും എന്റെ ഔറത്ത് നീങ്ങിപ്പോവാതിരിക്കാൻ അങ്ങ് ദുആ ചെയ്യണം, എന്റെ വസ്ത്രം നീങ്ങിപ്പോവരുത്. ഫദഅലഹ, അവർക്ക് വേണ്ടി ഹബീബ് ദുആ ചെയ്തു കൊടുത്തു.
അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണാണതെന്ന് മഹാനായ തങ്ങളും സയ്യിദുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ആ പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. താബിഈയായ അതാ റളിയല്ലാഹു അൻഹുവിനെ മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹുല്ലാഹു ഖൈറൻ മിൻഹു. അല്ലാഹുവിന് വേണ്ടി വല്ലതും കൊടുക്കുമ്പോൾ അതിന് പകരം അല്ലാഹു തആല ഏറ്റവും ഖൈറായത് പകരം നൽകുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തന്റെ കൃഷിയിടത്തിലേക്ക് മഞ്ഞ് വീഴുകയും ഐസ് കട്ടകൾ വീഴുകയും ചെയ്തപ്പോ അഹ്ലുൽ ബാദിയത്തിൽപ്പെട്ട ആ പെണ്ണിന്റെ കഥ പറയുന്ന അല്ലാമൽ ബർഖി റളിയല്ലാഹു അൻഹു പറയുന്ന ചരിത്രത്തിന്റെ